Hi students, in this third lecture I am going to start with the aldol condensation reaction. So this is very important reaction because because for many reactions we are using this reaction as one of the step. So in this aldol condensation is a condensation reaction in which enol or enolate ion reacts with the carbonyl compound to form beta hydroxyaldehyde or beta hydroxy ketone followed by dehydration to give a conjugated enol. അതായത് ഈ കണ്ടൻസേഷൻ റിയാക്ഷനിൽ നമ്മൾ എടുക്കുന്നത് ഒന്നെങ്കിൽ ഒരു ഈനോൾ എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഈനോലൈറ്റ് എടുക്കും. അപ്പോൾ ഈനോൾ അല്ലെങ്കിൽ ഈനോലൈറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിനൊരു കാർബണിൽ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കാർബണിൽ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? സി ഡബിൾ ബോണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കാർബണിൽ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈനോൾ അല്ലെങ്കിൽ ഈനോലീറ്റിനെ നമ്മളൊരു കാർബണിൽ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ഫോം ചെയ്യും. നമ്മളെടുക്കുന്ന ഈനോൾ ആണെങ്കിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും, ഈനോലൈറ്റ് ആണെങ്കിൽ കീറ്റോൺ ഫോം ചെയ്യും. അപ്പം ഫോളോവുഡ് ബൈ ഡീഹൈഡ്രേഷൻ ടു ഗിവ് എ കോഞ്ചുഗേറ്റഡ് ഈനോൾ. അപ്പം ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾഡോൾ റിയാക്ഷൻ വഴിയാണ്. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് ആൾഡോൾ കണ്ടൻസേഷനാണ്. അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ ഈ ആൾഡോൾ കണ്ടൻസേഷനിൽ തന്നെ ഫസ്റ്റ് നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആൾഡോൺ റിയാക്ഷനാണ്. ആൾഡോൺ റിയാക്ഷൻ എന്ന് വെച്ചാൽ വിച്ച് ഫോമിങ് കാർബൺ കാർബൺ ബോണ്ട്സ്, ജസ്റ്റ് കാർബൺ കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ ആൾഡോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ആൾഡോൾ കണ്ടൻസേഷനിൽ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആൾഡോൾ റിയാക്ഷനാണ്. ദെൻ ഫോളോവുഡ് ബൈ ഡീഹൈഡ്രേഷൻ. പിന്നീട് എന്ത് സംഭവിക്കുന്നു? ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഈ കണ്ടൻസേഷനിൽ രണ്ട് സ്റ്റെപ്സാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് അല്ലെങ്കിൽ രണ്ട് റിയാക്ഷനാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് ആൾഡോൾ റിയാക്ഷൻ ആൻഡ് സെക്കൻഡ് ഈസ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് എ എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. Aldol condensations are important in organic synthesis because they provide a good way to for carbon-carbon bonds. അപ്പോൾ ഓർഗാനിക് സിന്തസിസിലൊക്കെ ആൾഡോൾ റിയാക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. കാരണം കാർബൺ കാർബൺ ബോണ്ട്സ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ് ഈ റിയാക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് എ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഓഫ് എ കീറ്റോൺ enolate to an aldehyde to form beta hydroxy ketone or aldol, a structure unit found in many natural occurring molecules and pharmaceuticals. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഇത് പോസിറ്റീവ് ചാർജുള്ള ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജിനോട് അട്രാക്ഷൻ തോന്നുന്ന ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മോളിക്യൂള് നമുക്ക് പല ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിലൊക്കെ നമുക്ക് ഈ ഒരു റിയാക്ഷൻ വഴിയാണ് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ആൾഡോൾ എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് നോക്കിയാൽ ആൾഡിഹൈഡ് പ്ലസ് ആൽക്കഹോൾ. അപ്പോൾ അതിൻ്റെ ആൾഡിഹൈഡിൻ്റെ ആൾഡും ആൽക്കഹോളിൻ്റെ ഓയിൽ അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ആൾഡോൾ എന്നുള്ളൊരു പേര് കൊടുത്തത്. പിന്നെ ഇത് വന്നിട്ട് ഒരു റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൾഡോൾ കണ്ടൻസേഷൻ്റെ ഒരു റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഒരു ഈനോളാണ്. അപ്പോൾ നമുക്ക് ഈനോൾ വേണമെങ്കിലും എടുക്കാം, ഈനോലൈറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഈനോളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈനോൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടിനകത്ത് നമ്മൾ ആദ്യം എന്താക്കി മാറ്റണം? ഈനോളാക്കി മാറ്റണം അല്ലേ? അപ്പം നമ്മളൊരു H+നെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഈനോളായിട്ട് മാറും. ഈനോൾ എന്ന് വെച്ചാൽ എന്താണ്? OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്നതിനെയാണ്. കാർബണിൽ ഗ്രൂപ്പിൻ്റെ മാറി അവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഈനോൾ എന്ന് പറയാറ്. അപ്പോൾ ഈനോൾ നമ്മളൊരു RC ഡബിൾ ബോണ്ടോ CH3 അതിനെ കാറ്റലിറ്റിക് H+ ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഈനോൾ കിട്ടും. ഈനോളിനകത്തേക്ക് നമ്മൾ വീണ്ടും എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ഒരു കാർബണിൽ കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കാർബൺ കാർബൺ ബോണ്ട് അവിടെ ഫോം ചെയ്തു ഇല്ലേ? ഈനോളിനകത്ത് CH2ഉം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത കാർബണിൽ കോമ്പൗണ്ടിൻ്റെ കാർബണും തമ്മിലൊരു ബോണ്ട് ഫോർമേഷൻ, ദാറ്റ് ഈസ് എ കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷൻ ടേക്സ് പ്ലേസ് ദേ.
അതിനുശേഷം അതാണ് നമ്മുടെ ആൾഡോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഒരു ആൾഡോൾ അഡീഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്തു. സെക്കൻഡ് പ്രൊസീജിയർ എന്താണ്? ഡീഹൈഡ്രേഷൻ, ദാറ്റ് ഈസ് ദ എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അതിനുശേഷം അവിടെ നിന്നും വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. സിംഗിൾ ബോണ്ട് ഫോം ചെയ്ത സ്ഥാനത്ത് ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. ദാറ്റ് ഈസ് ദ ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ്. ഇനിയും ഈനോലേറ്റ് മോഡിനകത്തും അതുപോലെ തന്നെ നമ്മൾ ഈനോലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആസിഡിന് പകരം ബേസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈനോൾ കിട്ടാൻ ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക, ഈനോലേറ്റ് കിട്ടാൻ ബേസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു സോൾട്ട് ഫോം ചെയ്യില്ല, ഒരു പ്ലസ് മൈനസ് ഉള്ളൊരു സോൾട്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഈനോലേറ്റ് എന്ന് പറയാറ്. അപ്പോൾ ഇനോലേറ്റ് കിട്ടിയതിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? നമ്മളൊരു കാർബണിൽ കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോഴും കാർബൺ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ OH സ്ഥാനത്ത് അവിടെ സോൾട്ടായിട്ട് തന്നെ നിൽക്കും. അതായത് M+ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റലാണ്. Na ആവാം. നോർമലി നമ്മൾ സോഡിയം സോൾട്ടൊക്കെയാണ് യൂസ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് സോഡിയം ആവാം. അതിനുശേഷം വീണ്ടും അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അവിടെ നമ്മുടെ സോൾട്ട് ഫോം ചെയ്തു അല്ലേ? ഇനോലേറ്റിനകത്ത് കാർബണിൽ കോമ്പൗണ്ട് ആഡ് ചെയ്ത് കൊടുത്ത് കാർബൺ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ സോൾട്ട് ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് അതെന്തായിട്ട് മാറും? OH ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. കാരണം അത് രണ്ടും നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ അതെന്ത് സംഭവിക്കും? OH ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ OH ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഈനോൾ ആണെങ്കിൽ ഡയറക്റ്റ്ലി എന്ത് സംഭവിക്കും? ആൾഡോൾ റിയാക്ഷൻ നടക്കും, ഡീഹൈഡ്രേഷൻ നടക്കും. അപ്പോൾ ഈനോലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു കാർബൺ ബോണ്ട് ഫോം ചെയ്തതിന് ശേഷം അതിൻ്റെ സോൾട്ടായിട്ട് നിൽക്കുന്ന ആ പോർഷൻ എന്തായിട്ട് മാറണം? OH ആയിട്ട് മാറണം. OM എന്ന് നിൽക്കുന്ന ഭാഗം OH ആയിട്ട് മാറിയതിന് ശേഷമാണ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റെപ്രസെൻറ്റേഷനാണ് ആൾഡോൾ കണ്ടൻസേഷൻ്റെ. ഇനി നമ്മൾ അതിൻ്റെ മെക്കാനിസത്തിലേക്ക് പോകാം. The first part of this reaction is an aldol reaction. The second part dehydration, that is the elimination reaction. It usually involves removal of water molecules or alcohol molecules. ഒന്നെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് എലിമിനേഷൻ ആവാം, അല്ലെങ്കിൽ ആൽക്കഹോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാം. അപ്പോൾ കണ്ടൻസേഷൻ റിയാക്ഷനാണ്, എന്തോ കണ്ടൻസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. Dehydration may be accompanied by decarboxylation when an activated carbonyl group is present. അപ്പം ഒരു ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കാർബണിൽ ഗ്രൂപ്പാണ് പ്രസൻറ്റ് ആവുന്നതെങ്കിൽ ഡീഹൈഡ്രേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എലിമിനേഷൻ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ മുമ്പേ ഇതിനകത്ത് കണ്ടത് നമുക്ക് OH ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് അവിടെ വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തു പോയത്. ഒരു ആക്ടിവേറ്റഡ് കാർബണിൽ ഗ്രൂപ്പാണെങ്കിൽ അവിടെ നിന്നും CO2യുടെ എലിമിനേഷൻ നടന്നേനെ. The aldol addition product can be dehydrated via two mechanisms: a strong base like potassium hydroxide and sodium hydrate in an enolate mechanism, or in an acid catalyzed enol mechanism. അതായത് നമുക്ക് ഈ ആൾഡോൾ അഡീഷൻ പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ആൾഡോൾ അഡീഷൻ പ്രോഡക്റ്റിനെ നമ്മൾ പിന്നീട് ഡീഹൈഡ്രേഷൻ നടത്തിയാണ് ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ നടത്താം എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഒരു സ്ട്രോങ് ബേസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ആസിഡ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഡീഹൈഡ്രേഷൻ നടത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് മെക്കാനിസമാണ് ഈ ഒരു സ്ലൈഡിൽ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്ന ആസിഡ് കാറ്റലൈസ്ഡ് ആൾഡോൾ റിയാക്ഷൻ, അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ H+ ആഡ് ചെയ്തു. നമുക്കപ്പോൾ കിട്ടുന്നത് എന്താണ്? ഒരു ഈനോൾ കിട്ടി. ഈനോളിലേക്ക് നമ്മൾ നമ്മുടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കും, കാർബണിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ CC ബോണ്ട് ഫോം ചെയ്തു. H+ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഫൈനൽ ആൾഡോൾ കിട്ടി. ഇനിയും ആസിഡ് കാറ്റലൈസ്ഡ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആൾഡോൾ വരെ കിട്ടി. അത് നമ്മൾ മുമ്പേ പറഞ്ഞ ആ സെയിം പ്രൊസീജിയർ തന്നെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ. അപ്പോൾ OH നമ്മുടെ കിട്ടിയ ആൾഡോൾ പ്രൊഡക്റ്റ് എടുക്കും. അതിനകത്തേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് H+നെയാണ്. ആസിഡ് ഈസ് ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ റിലീസ് H+ അയോൺസ്. അപ്പോൾ H+ അയോൺസിനെ അത് റിലീസ് ചെയ്യും. അന്നേരം റിയാക്ഷൻ നടക്കുന്നത് കണ്ടോ? ഉണ്ടായിരുന്ന ആൾഡോൾ പ്രൊഡക്റ്റിലെ H എന്ത് ചെയ്തു പോകുന്നു? H ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും.
പിന്നെ ആ OH2O+ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് എലിമിനേറ്റ് ചെയ്ത് പോകും. വാട്ടർ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു H എന്താവുന്നു, എച്ചിനെയും കൂടെ ഈ H2O മോളിക്യൂൾ എച്ചിനെ എടുക്കുന്നു. അപ്പോൾ ഈ എച്ചിൻ്റെ അവിടെയുള്ള സിംഗിൾ ബോണ്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടാക്കി മാറും. എന്നിട്ട് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആയിരിക്കും ഫോം ചെയ്യുക. അതുപോലെ തന്നെ ഉള്ളതാണ് ബേസ് കാറ്റലൈസ്ഡ് ആൽഡോൾ റിയാക്ഷൻ. ഇവിടെ നമ്മൾ ഇനോലേറ്റ് ഫോം ചെയ്യിക്കും. ഇനോലേറ്റ് ഫോം ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. OCH3 മൈനസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനോലേറ്റ് കിട്ടും. അതായത് ഹൈഡ്രജനെ CH3OH ആയിട്ട് ആൽക്കഹോൾ റിലീസ് ചെയ്ത് പോകുമ്പോൾ അവിടെ H അതിൻ്റെ ഒരു ഇലക്ട്രോണുമായിട്ട് പോകും. അപ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ അവൈലബിൾ ആണല്ലോ, അത് വന്നിട്ട് ഇങ്ങോട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും, അവിടെ ഇനോലേറ്റ് ഫോം ചെയ്യും. ഇനോലേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാർബണൽ കോമ്പൗണ്ടിൻ്റെ അഡീഷനാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കാർബൺ കാർബൺ ബോണ്ട് ഫോം ചെയ്യും. അതാണ് നമ്മുടെ ആൾഡോൾ റിയാക്ഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൾഡോൾ കിട്ടി. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് ഡീഹൈഡ്രേഷനാണ്. അതിന് നമ്മൾ ബേസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനോലൈറ്റിന് നമ്മൾ ബേസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബേസ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ സെയിം പ്രൊസീജിയർ CH3O മൈനസ് എച്ചിനെയും കൊണ്ട് പോവും. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. OHനെ റിലീസ് ചെയ്തിട്ട് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഫോം ചെയ്യും. അപ്പോൾ ആസിഡ് ബേസ്ഡ് റിയാക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബേസ്ഡ് റിയാക്ഷനും നമുക്ക് നടത്താനായിട്ട് പറ്റും ഈ ആൾഡോൾ കണ്ടൻസേഷനിൽ. അപ്പം ആൾഡോൾ കണ്ടൻസേഷൻ എളുപ്പമാണ്. കാർബൺ കാർബൺ ബോണ്ട് ഫോർമേഷനാണ് ബേസിക്കലി ഈ ആൾഡോൾ റിയാക്ഷൻ അല്ലെങ്കിൽ ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷനിൽ നടക്കുന്നത്. മെക്കാനിസംസ് എഴുതി നോക്കുക, റിയാക്ഷനും എഴുതി നോക്കുക. ഇനി അടുത്തെന്ന് വെച്ചാൽ ആൾഡോക്സ് പ്രോസസ്സാണ്. അടുത്ത റിയാക്ഷനാണ് ആൾഡോക്സ് പ്രോസസ്. ഇറ്റ് കൺവേർട്സ് പ്രൊപ്പീൻ ആൻഡ് സിൻഗ്യാസ് ടു 2-ethyl hexanol via hydroformylation to butylaldehyde, aldol condensation to 2-ethyl hexanal, and finally hydrogenation. അതായത് ആൾഡോൾ റിയാക്ഷൻ എന്ന് വെച്ചാൽ ആൾഡോൾ റിയാക്ഷനിൽ നടക്കുന്നത് നമ്മൾ പ്രൊപ്പീനും അതുപോലെ തന്നെ സിൻഗ്യാസും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം നടക്കുന്ന ഹൈഡ്രോഫോർമൈലേഷൻ റിയാക്ഷൻ നടക്കും. ഹൈഡ്രോഫോർമൈലേഷൻ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, 2-ബ്യൂട്ടറാൾഡിഹൈഡ് ഫോം ചെയ്യും. അതിനുശേഷം ആൾഡോൾ കണ്ടൻസേഷൻ നടക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും, നമുക്ക് തേർഡ് സ്റ്റെപ്പായിട്ട് ഹൈഡ്രോജനേഷൻ നടക്കും. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് 2-ethyl hexanol എന്ന് പറയുന്നത്. ഇനി അപ്പം നമ്മുടെ ആൾഡോൾ പ്രോസസ്സ് വഴി നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രൊപ്പീനും സിൻഗ്യാസും കൂടെ ഉപയോഗിച്ചിട്ട് നമ്മൾ 2-ethyl hexanol ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ആദ്യം ഹൈഡ്രോഫോർമൈലേഷൻ നടക്കും, പിന്നീട് ആൾഡോൾ കണ്ടൻസേഷൻ നടക്കും, പിന്നീട് ഹൈഡ്രോജനേഷനും നടക്കും. അങ്ങനെ 3 സ്റ്റെപ്പ് റിയാക്ഷനായിട്ടാണ് നമ്മൾ ഈ ആൾഡോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നമ്മുടെ ആൾഡോൾ കണ്ടൻസേഷൻ വരുന്നുണ്ട് അല്ലേ. ഇനിയും സിൻഗ്യാസ് എന്ന് വെച്ചാൽ എന്താണ്, ഹൈഡ്രജൻ്റെയും അതായത് H2ൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ സിൻഗ്യാസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴെ ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രൊപ്പീൻ എടുത്തു, അതിനകത്തേക്ക് നമ്മൾ സിൻഗ്യാസ് ആഡ് ചെയ്തു, ദാറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് H2 ആൻഡ് കാർബൺ മോണോക്സൈഡ്. ആദ്യം എന്ത് ചെയ്തു, ആദ്യം ബ്യൂട്ടറാൾഡിഹൈഡ് ഫോം ചെയ്തു. അതിനുശേഷം നമുക്ക് 2-ethyl hexanal ഫോം ചെയ്തു. അതിനുശേഷം ഫൈനലി നമ്മുടെ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടത്തിയിട്ടാണ് നമുക്ക് 2-ethyl hexanol എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് ആണ് ജനറൽ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രൊപ്പീൻ്റെ ആ ഒരു റിയാക്ഷൻ ആൾഡോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനിയും അതിനൊരു എക്സാമ്പിളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ക്രോട്ടോണാൾഡിഹൈഡ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു 2-ethyl hexanal ഇൻ പലേഡിയം ആംബർലൈറ്റ് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡ് സിസ്റ്റം. അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഈ ആൾഡോൾ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ചെയ്ത് നോക്കുന്ന ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. ക്രോട്ടാൾഡിഹൈഡിനെ നമ്മൾ എടുത്തു, അതിൻ്റെ സ്ട്രക്ചറാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഡയറക്റ്റ്ലി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 2-ethyl hexanal, അതായത് 67% ഓഫ് 2-ethyl hexanal ഫോം ചെയ്യുന്ന റിയാക്ഷൻ. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആംബർലൈറ്റ് ടൈപ്പ് ഓഫ് ബീക്കേഴ്സ് കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡ് സിസ്റ്റത്തിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. പലേഡിയം ആസ് ദ കാറ്റലിസ്റ്റ് 60 ഡിഗ്രി
ടെമ്പറേച്ചറൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ആൾഡോൾ പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊപ്പീനും സിൻഗ്യാസോട് റിയാക്ട് ചെയ്തിട്ട് 2-ഈഥൈൽ ഹെക്സനോൾ ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ആൾഡോക്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനിയും അടുത്ത ഒരു അതിന് പ്രത്യേകിച്ച് മെക്കാനിസം ഒന്നുമില്ല, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പിന്നെ മെക്കാനിസം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഹൈഡ്രോഫോമൈലേഷൻ റിയാക്ഷൻ നടക്കും, അത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ ആൾഡോൾ കണ്ടൻസേഷൻ നടക്കും, അതും നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഹൈഡ്രോജനേഷൻ, അത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ മൂന്നിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആണ് ആൾഡോക്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെക്കാനിസം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എഴുതി കണ്ടുപിടിക്കണം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ വെർ എ ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺസ് ഈസ് അറ്റാച്ച്ഡ് ടു എ കാർബൺ ഇൻ എ കാർബൺ ഡബിൾ ബോണ്ട്. അതായത് നമ്മൾ ഈ ഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കാർബൺ ഡബിൾ ബോണ്ടിൽ ഒന്നെങ്കിൽ നമ്മൾ ഹൈഡ്രജന് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോണിനെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷനെയാണ് ഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. One reactant, usually an alkene or alkane, reacts with water to yield ethanol, isopropanol or 2-butanol are the product. അപ്പോൾ നമുക്കൊരു ഒരു കാർബൺ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് തരുന്ന ഒരു കോമ്പൗണ്ട് വേണം. അത് ആൽക്കീൻ ആവാം അല്ലെങ്കിൽ ആൽക്കൈൻ ആവാം. അതെന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഇതാണ് വാട്ടറുമായിട്ടുള്ള റിയാക്ഷനാണ്. നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടാം? ഇത്തനോൾ കിട്ടാം, ഐസോപ്രോപ്പനോൾ കിട്ടാം, 2-ബ്യൂട്ടനോൾ. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ, ആൽക്കഹോൾ റിലേറ്റഡ് പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടാം. ദ ജനറൽ ഫോർമുല ഫോർ ദ ഹൈഡ്രേഷൻ റിയാക്ഷൻ ഈസ്, നോക്കിയേ, ആർ എന്ന് പറയുന്നത് ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആവാം. സി ഡബിൾ ബോണ്ട് CH2. ഇൻ ആസിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് സംഭവിച്ചു? ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ OH വന്ന് അറ്റാച്ച് ചെയ്തു. പിന്നെ ഫസ്റ്റ് കാർബണിൽ OH വന്ന് അറ്റാച്ച് ചെയ്തു, സെക്കൻഡ് കാർബണിൽ നമ്മുടെ ഹൈഡ്രജൻ, കാരണം വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ആണല്ലോ, അപ്പോൾ വാട്ടർ വന്നിട്ട് CH2നെ CH3 ആയിട്ട് മാറ്റി. ആൻ എക്സാമ്പിൾ ഈസ് ദ ഹൈഡ്രേഷൻ റിയാക്ഷൻ ഓഫ് ഈഥൈൽ ഓക്സൈഡ് ടു പ്രൊഡക്റ്റ് എത്തിലീൻ ഗ്ലൈക്കോൾ. നോക്കിയേ, എത്തിലീൻ ഓക്സൈഡിനെ എത്തിലീൻ ഗ്ലൈക്കോൾ ആക്കി മാറ്റുന്നതും നമ്മൾ ഈ ഹൈഡ്രേഷൻ റിയാക്ഷൻ വഴിയാണ്. C2H4O plus H2O gives this. അതായത് 2 കാർബണിലും വന്നിട്ട് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു, 2 കാർബണാണ് ഉള്ളത്. അപ്പം എത്തിലീൻ ഗ്ലൈക്കോൾ 2 OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓരോ കാർബണിലും ഓരോ OH ഗ്രൂപ്പ് വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എത്തിലീൻ ഓക്സൈഡിൽ നിന്നും എത്തിലീൻ ഗ്ലൈക്കോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ ഡബിൾ ബോണ്ട് വരുന്നിടത്ത് എന്ത് സംഭവിക്കുന്നു? OH ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഒന്നെങ്കിൽ ഹൈഡ്രോജനെ അറ്റാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോൺസിനെ അറ്റാച്ച് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ക്ലാത്രേറ്റ്സ്. ഇറ്റ് ഈസ് എ കെമിക്കൽ സബ്സ്റ്റൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ലാറ്റിസ് ദാറ്റ് ട്രാപ്സ് ഓർ കണ്ടെയ്ൻസ് മോളിക്യൂൾ. അതായത് ഈ ക്ലാത്രേറ്റ്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതിൻ്റെ ലാറ്റിസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സർഫസ് എന്നൊക്കെ നമ്മൾ പറയാം. അതിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ടാവും. ആ ക്യാവിറ്റിക്കകത്ത് നമുക്ക് മോളിക്യൂൾസിനെയൊക്കെ നമുക്ക് ട്രാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സിയോളൈറ്റ് ഒക്കെ പോലെ ഉള്ളൊരു സബ്സ്റ്റൻസാണ് ക്ലാത്രേറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്തൊരു ക്യാവിറ്റി ഉണ്ടാവും. ആ ക്യാവിറ്റിയിൽ നമുക്ക് മോളിക്യൂൾസിനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. These are non-stoichiometric compounds in which ratio between numbers of guest and host molecule is not necessary is an integer. അപ്പോൾ ഇതിനൊരു നോൺ സ്റ്റോയിഷോമെട്രിക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റോയിഷോമെട്രി നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇൻറ്റിജർ ആയിരിക്കില്ല ഗസ്റ്റും ഹോസ്റ്റിൻ്റെയൊക്കെ എണ്ണം എന്ന് പറയുന്നത്. അപ്പം 1, 2 അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ എണ്ണം 1 ആണ്, ഹോസ്റ്റിൻ്റെ എണ്ണം 2 ആണ്. ആ ഒരു രീതിയിൽ ഒരു കറക്റ്റ് നമ്പറായിട്ട് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് നമ്പറായിട്ട് നമുക്ക് പറയുവാനായിട്ട് പറ്റില്ല. എപ്പോഴും ഫ്രാക്ഷൻ, ഡെസിമൽ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സ്റ്റോയിഷോമെട്രി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ക്ലാത്രേറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോൺ സ്റ്റോയിഷോമെട്രിക് compounds. An important example of a lattice clatrate is methane hydrate, in which methane molecules are physically trapped in the cavities of the crystal lattice of ice. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത് മീഥൈൻ ക്ലാട്രേറ്റ് എന്ന് പറയുന്ന മീഥൈൻ ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാട്രേറ്റിന് എക്സാമ്പിളാണ്. അപ്പം ക്ലാട്രേറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്? അതിനകത്ത് ക്യാവിറ്റി ഉണ്ടാവും. ആ ക്യാവിറ്റിയിൽ നമുക്ക് എന്തിനേലുമൊക്കെ മോളിക്യൂൾസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ മീഥൈൻ ഹൈഡ്രേറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഐസിൻ്റെ ലാറ്റിസിൽ, ഐസിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിൽ നമ്മൾ മീഥൈനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മീഥൈൻ ഹൈഡ്രേറ്റ്. ദാറ്റ് ഈസ്
also one of the lattice cladrates. CH4 cladrate is an ice-like compound formed when water freezes in the presence of sufficient CH4 and other gases such that these gases become trapped within the water molecule lattice. ഒന്നുമില്ല, വാട്ടർ മോളിക്യൂൾസിൻ്റെ നമ്മൾ വാട്ടറിനെ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ചില സമയങ്ങളിൽ ക്യാവിറ്റീസ് ഫോം ചെയ്യും. അപ്പോൾ ആ ക്യാവിറ്റിയിൽ വന്നിട്ട് CH4 മിഥൈൻ വന്ന് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്ലാഡ്രേറ്റ് ആയിട്ട് മാറും. അപ്പം അങ്ങനെ നമുക്ക് മിഥൈൻ മാത്രമല്ല മറ്റ് ഗ്യാസസിനെ വേണമെങ്കിലും നമുക്ക് ട്രാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് അതിനൊരു സ്ട്രക്ചറാണ്. കണ്ടോ, അതിനകത്ത് ക്യാവിറ്റീസ് ഉണ്ട്. ആ ക്യാവിറ്റീസിൽ നമുക്ക് മറ്റ് മോളിക്യൂൾസിനെയൊക്കെ വന്ന് ഇത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ജസ്റ്റ് നമ്മുടെ എന്താ പറയുക സിലബസിൽ പറയുന്നുണ്ട് ഈ ക്ലാഡ്രേറ്റ് എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അതിനൊരു എക്സാമ്പിളാണ് CH4 ക്ലാഡ്രേറ്റ് എന്ന് പറയുന്നത്. CH4 ക്ലാഡ്രേറ്റ് അല്ലെങ്കിൽ മീഥൈൻ ഹൈഡ്രേറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും അതിനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടൽ എന്തൊക്കെ പഠിച്ചു? ആൾഡോൾ കണ്ടൻസേഷൻ പഠിച്ചു, പിന്നെ ആൾഡോക്സ് പ്രോസസ്സ് പഠിച്ചു, ഹൈഡ്രേഷൻ പഠിച്ചു, പിന്നെ ക്ലാഡ്രേറ്റ്സ് പഠിച്ചു. അപ്പം ഇതും കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. മെക്കാനിസംസ് എഴുതി നോക്കുക, റിയാക്ഷൻസ് എഴുതി നോക്കുക. അപ്പം റിയാക്ഷൻസ് മെക്കാനിസം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വളരെ എന്താ പറയുക ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. മെക്കാനിസം റിയാക്ഷൻ അറിയാമെന്നുണ്ടെങ്കിൽ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള പോർഷൻസാണ് ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കാം ഇങ്ങനെ റിയാക്ഷൻ എന്താണ്, അല്ലെങ്കിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് റിയാക്ഷനാണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക ഇത് നന്നായിട്ട് പഠിക്കുക, കൃത്യമായിട്ടുള്ള നോട്ട് എഴുതി തന്നെ പോവുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.